നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായി? ഫിസിയോതെറാപ്പി ഇപ്പൊ തുടങ്ങി. 1 മണിക്കൂറോളം ഉണ്ടാവും. അതിനുശേഷം അരമണിക്കൂർ റെസ്റ്റ്. പിന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ട്. അതും 1 മണിക്കൂർ എടുക്കും. എല്ലാം കൂടി 2-3 മണിക്കൂറാവും. രഘുവേട്ടൻ പോയിക്കോ. അല്ല, അപ്പൊ നിങ്ങൾ തിരിച്ചെങ്ങനെ പോവും? ആ വണ്ടിന് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദാസങ്ങളിനെ വിളിച്ചു നോക്കാം. ക്യാബ് ഏൽപ്പിച്ചത് അദ്ദേഹമല്ലേ? അങ്കിൾ അതിന് സ്ഥലത്തില്ല. ഞാൻ പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ അങ്കിളിനെ വിളിച്ചിരുന്നു. പുള്ളിയൊരു യാത്രയില്ല. നാളെ കഴിഞ്ഞേ വരൂ. എന്നാലും വിളിച്ചാ കിട്ടില്ലേ? എപ്പോ വേണമെങ്കിലും വിളിക്കാന്നാ അങ്കിൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അമ്മി, ഇന്നെന്തായാലും ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നില്ല. തിരിച്ച് ഞാൻ തന്നെ കൊണ്ടുവിടാം. അമ്പിളിയുടെ ഇപ്പോഴത്തെ ഓരോ നീക്കവും എന്നോട് പ്രതികാരം ചെയ്യുന്ന പോലെ. എന്നെ അങ്ങേറ്റം തളർത്താതെ അവൾ അതിന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരറിയാതെ മറ്റൊരു സ്ത്രീയും കുഞ്ഞിനെയും സഹായിച്ചു പോയി എന്നൊരു തെറ്റ് രഘുവേട്ടൻ ചെയ്തു പോയില്ലേ? അതിനും പ്രായശ്ചിത്തമായി കുറച്ചുനാള് അവരെ സഹിച്ചൂടെ രഘുവേട്ട? രഘുവേട്ടന്റെ കൂടെ ജീവിതമല്ലേ? അതൊക്കെ ശരിയാമേ. എന്റെ മോളെ കൂടെ ഓർത്തിട്ടാ ഇതുവരെ ഞാൻ എല്ലാം സഹിച്ചു നിന്നത്. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിട്ടും എനിക്ക് വേണ്ടി അമ്മാവനും ദാസങ്ങളടക്കം എല്ലാവരും സംസാരിച്ചിട്ടും ഒരു കുടുംബത്തെ സഹായിച്ചെന്നല്ലാതെ വേറെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അറിയാമായിരുന്നിട്ടും അമ്പിളി എന്നെ അകലാൻ ശ്രമിച്ച ഞാൻ എന്ത് കരുതണോ അമ്മി? അയ്യോ, അമ്പിളി ചേച്ചി രഘുവേട്ടനിൽ നിന്ന് അകലുന്നതൊന്നുമല്ല. സ്നേഹക്കൂടുതൽ കൊണ്ടുണ്ടാവുന്ന പിണക്കവും പരിഭവവും ഒക്കെയാണത്. കുറച്ചു ദിവസം അതൊക്കെ സഹിച്ച് രഘുവേട്ടൻ അവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ എല്ലാം കലങ്ങി തെളിയുമായിരുന്നു. ഞാൻ അടുത്തുണ്ടായ അവൾക്ക് എന്നോടുള്ള ദേഷ്യം മറ്റുള്ളവരോടും കാണിക്കും. അമ്പിളി നിനക്ക് അറിയാഞ്ഞിട്ടാമേ. അവൾക്ക് സ്നേഹമെന്ന് പറഞ്ഞ കടുത്ത സ്വാർത്ഥത. രഘുവിനെ എങ്ങനെ തിരിയാൻ അനുവദിക്കാതെ കൂട്ടിലിട്ട് വളർത്താനുള്ള സ്വാർത്ഥത. അത് വല്ലാത്തൊരു വീർപ്പുമുട്ടല. എല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയില്ലെന്നൊരു തോന്നിയിട്ടുണ്ട്. പിന്നെ വീണ്ടും പലതും ഓർത്ത് കീഴടങ്ങും. കുടുംബത്തിനെ ഓർത്ത് കീഴടങ്ങുന്നത് രഘുവേട്ടന്റെ നല്ല മനസ്സാ. ആ മനസ്സ് രഘുവേട്ടൻ ഒരിക്കലും ഉപേക്ഷിക്കരുത്. രഘുവേട്ടന്റെ ലച്ചുമോള് വളർന്നു വരുക, അത് ഓർമ്മ വേണം. ഞാൻ പറയുന്നത് രഘുവേട്ടൻ ഇനി ഒരിക്കലും എന്റെയും മകളുടെയും കാര്യം അന്വേഷിച്ച് വരരുതെന്ന. ഞങ്ങൾ എന്താവോ ഓർത്തിട്ട് കൂടിയാ രഘുവേട്ടൻ അവിടെ നിന്ന് ഓടി വന്നതെന്നാ എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞ ശരിയായിരിക്കാം. മനസ്സ് തുറക്കാനൊരിടം എല്ലാരും ആഗ്രഹിക്കില്ലേ? നമ്മളെ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്താനാവുന്നത് വലിയൊരു ആശ്വാസം തന്നെയാ. അമ്പിളി എന്നെ അവഗണിക്കുന്നത് പോലെ നീയും എന്നെ അകറ്റി നിർത്താൻ നോക്കല്ലേ അമ്മ?
മാഡം, ഡോക്ടർ വിളിക്കുന്നുണ്ട്. ദാ വരുന്നു. രഘുവേട്ടാ, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ പോയിട്ട് വാമേ. ഞാനെന്തായാലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് പോകുന്നുള്ളൂ. ചെല്ലട്ടെ.